ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മലയാളം പാദവാർഷിക അതായത് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, കേരള പാഠാവലിയിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിൽ വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്താണെന്നുള്ളത് നോക്കുക. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു സ്കോർ വീതമാണ് കേട്ടോ. അപ്പോൾ ഓതിയുള്ളുത്തരമൊന്നു ചോദ്യത്തിന് ആതങ്കമേഷാത്തൊര പ്രസൂനം. ഇവിടെ അടിവരയിട്ട് പ്രസൂനം എന്നുള്ള ആ അടിവരയിട്ട പദത്തിന് സമാനമായ അർത്ഥം വരുന്ന പദം ഇതിലേതാണ്? അപ്പോൾ ഇതിലേതാണ് സമാനമായിട്ടുള്ള അർത്ഥം വരുന്നത്? മൗലിയാണോ, പൂവാണോ, വിണ്ണാണോ, പാരാണോ? നമുക്കറിയാം പൂവാണ് കേട്ടോ. എന്താണ് ഈ പ്രസൂനം എന്നുള്ള അർത്ഥം വരുന്നത്? ഏതാണ്? പൂവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ മക്കളെ. ചുവടെ പിരിച്ചെഴുതിയവയിടയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടോ. കൂട്ടത്തിൽ പെടാത്തതാണ് ക്വസ്റ്റ്യൻസ് നന്നായി നോക്കണേ. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് വെച്ചാൽ, അപ്പോൾ ഒച്ച ഇടറി, പിന്നെ ഒച്ച ഇടറി, മയിൽപീലി മയിൽപീലി, ഉറക്കച്ചടവ് ഉറക്കച്ചടവ്, അല്ലേ, മരക്കൂട്ടം മരക്കൂട്ടം. അപ്പോൾ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇതൊക്കെ ഡബിളാണ് അല്ലേ. മയിൽപീലി എന്ന് പറയുമ്പോൾ ഇവിടെ സിംഗിളാക്കി, ഇവിടെ ഉറക്കച്ച അല്ലേ, അത് എന്താണ് സിംഗിളാണ്. ഇവിടെ ഡബിൾ ക അല്ലേ, അതും ഒരു സിംഗിളാക്കി അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് ഈ എന്നുള്ള വാക്കാണ് എന്താക്കിയത്? ഈ നായി മാറി അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ. ഒച്ച ഇടറി എന്നുള്ളതാണ് അല്ലേ കൂട്ടത്തിൽപ്പെടാത്തത്. അപ്പോൾ അത് ശ്രദ്ധിച്ചെഴുതേ. ചുവടെ കൊടുത്തവയിൽ കഥകളിയുമായി ബന്ധമുള്ള പദങ്ങൾ ഏതെല്ലാം ചോദിച്ചത്? ചുവടെ കൊടുത്തവയിൽ കഥകളിയുമായി ബന്ധമുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? എന്താണ്? മടമ്പിടിക്കുക, തോറ്റം, കളിവിളക്ക്. അപ്പോൾ ഇതിലേതാ കഥകളിയായിട്ട് ബന്ധമുള്ളത്? മടമ്പിടിക്കുക അല്ലേ, അതാണ്. പിന്നെന്താ? കളിവിളക്ക് അല്ലേ. ഇത് രണ്ടും എന്താണ്? കഥകളിയായിട്ട് ബന്ധമുള്ളതാണ് കേട്ടോ. ബന്ധമുള്ള പദങ്ങൾ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ 1ഉം 3ഉം ആണ് കേട്ടോ. അപ്പോൾ ഏതാണ്? 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ ബി എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയ മക്കളെ. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സാഹിത്യ ഇതിലാണ് പെടുന്നത്? നോവലിലാണോ, കഥയിലാണോ, തിരക്കഥയിലാണോ, ആത്മകഥയിലാണോ? തിരക്കഥയിലാണ് കേട്ടോ. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠകം ഏത് സാഹിത്യത്തിലാണ് പെടുന്നത്? തിരക്കഥയിലാണ് പെടുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ. 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ലഘുവാക്യാക്കി സെൻറ്റൻസ് 2-3 സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ലഘുവാക്യങ്ങളാക്കുക? അങ്ങനെ നമുക്കിങ്ങനെ പറയാം. എൻ്റെ അപ്പച്ചൻ്റെ എങ്ങനെ പറയാം? അടുത്ത സുഹൃത്തുക്കളാണ് അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും. പിന്നെ അവർ ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് അല്ലേ. ഇതങ്ങനെ എഴുതാം. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സാറും അല്ലേ. അവർ ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. 5ാമത്തെ കണ്ടില്ലേ? അവർ ചേർന്ന് 2 ഇതാക്കി ഇതിലേക്ക് വാക്യങ്ങളാക്കി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി മക്കളെ. അപ്പോൾ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ തിങ്കളാഴ്ച നല്ല ദിവസം പ്രദർശിപ്പിക്കുന്നു. ഇതിൻ്റെ പ്രചാരണത്തിനാവശ്യമായ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചനയൊക്കെ തന്നിട്ടുണ്ട്. എന്താണ്? രചന, സംവിധാനം പി പത്മരാജൻ, നിർമ്മാണം എം മാണി, അഭിനേതാക്കൾ കവിയൂർ പൊന്നമ്മ, മമ്മൂട്ടിയൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്താ ലേഔട്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഒരു ലേഔട്ടൊക്കെ നിങ്ങൾ എന്താക്കുക? നന്നായിട്ട് വൃത്തിയിൽ ലേഔട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അടിയത്തിൽ ഇപ്പോൾ വരയ്ക്കേണ്ട. അതെന്നിട്ട് എന്താക്കുക? ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് വേണമല്ലോ, പിന്നെ ഒരു ചിത്രം വേണം അല്ലേ, പിന്നെ എന്താ 2-3 സെൻറ്റൻസ് ഒക്കെ വേണം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇതൊക്കെ എഴുതണം കേട്ടോ. രചന, സംവിധാനം അതൊക്കെ എഴുതുക. പിന്നെ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താക്കുക? ഇത് ലാസ്റ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല വൃത്തിയിലൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല വൃത്തിയിലും കളറിലൊക്കെ നിങ്ങൾ കൊടുക്കുക. ക്രയോൺസൊക്കെ കൊണ്ടുപോയി ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നോക്ക്. 7A ആണ് കേട്ടോ. നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പ് നൽകൂ. പന്നീർപൂര് എഴുതിയിരിക്കുന്നതാണ് അല്ലേ. കവിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവിത സന്ദേശം എന്തെല്ലാം എന്നുള്ളത് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്താണ്? ഭൂമിയിൽ ഓരോന്നിനും അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട് അല്ലേ. ഭൂമിയിൽ എന്താണ്? ഓരോന്നിനും അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് ഒന്ന് തന്നെയാണ്. തെറ്റുപറ്റിയതിൽ പ്പിക്കുന്നത് നല്ല ഗുണമാണ് അല്ലേ. ക്ഷമ ചോദിക്കുന്നതൊക്കെ നല്ല ഗുണമാണ് അല്ലേ. അപ്പോൾ നിങ്ങളതായിട്ടുള്ള രീതിയൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? നോക്കൂ. ബി അല്ലേ. ഒന്നുകിൽ എ എഴുതുക അല്ലെങ്കിൽ ബി എഴുതുക അല്ലേ.
അഹന്ത കൊണ്ടൊഴുക്കുപ്പെട്ടിടാത്ത പുണ്യമെന്നു താൻ മഹത്തരം. സിസ്റ്റർ മേരി ബനിഞ്ച പറഞ്ഞാണ് അല്ലേ. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. മുഹമ്മദ് ഇക്ബാലാണ് അല്ലേ. അപ്പം മനുഷ്യജീവിതത്തെ പറ്റി രണ്ട് കവികളുടെയും കാഴ്ചപ്പാടുകൾ ഒന്ന് തന്നെയാണോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നോക്കിയേ, എന്താണ് നമുക്കിവിടെ എഴുതുന്നത്? നിങ്ങൾ നിരീക്ഷണമാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം സിസ്റ്റർ മേരി ബനിഞ്ച പറയുന്നതിനെ കുറിച്ചൊന്ന് എഴുതുക, പിന്നെ മുഹമ്മദ് ഇക്ബാൽ എന്താണ് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ എഴുതുക കേട്ടോ. എന്താണ്, രണ്ട് കവികളുടെയും കാഴ്ചപ്പാട് ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ കാഴ്ചപ്പാട് ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ അഹങ്കാരത്തിൻ്റെ അഴുക്ക് പറ്റാത്ത പുണ്യമായ പ്രവൃത്തികൾ മഹത്തരമാണ് എന്നാണ് സിസ്റ്റർ മേരി ബനിഞ്ചയുടെ അഭിപ്രായത്തിൽ അല്ലേ. പിന്നെ മനുഷ്യരോടുള്ള ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ സംസ്കാരമെന്ന് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ്, നിങ്ങളൊരു എന്ത് തയ്യാറാക്കണം, നിങ്ങളുടെ നിരീക്ഷണം അല്ലേ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 സ്കോർ വീതം കേട്ടോ. അപ്പോൾ നോക്കൂ, എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പക്ഷി കരഞ്ഞു. അമ്മ നെട്ടലോടെ അവിടേക്ക് നോക്കി. തിങ്കളാഴ്ച നല്ല ദിവസം അല്ലേ. സംഭാഷണങ്ങൾ മാത്രമല്ല, ദൃശ്യവിവരണങ്ങൾ കൂടിയാണ് സിനിമയെ ആകർഷകമാക്കുന്നത് അല്ലേ. പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത് കേട്ടോ. സംഭാഷണങ്ങളും ദൃശ്യാവിവരണങ്ങളും എന്നിവയെ സിനിമയെ ആകർഷകമാക്കുന്നുണ്ടെന്നൊക്കെ എഴുതുക. പിന്നെ പാഠഭാഗത്ത് നിന്ന് ഉചിതമായ സന്ദർഭങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ മാർക്ക് വരുള്ളേ. ദെൻ നെക്സ്റ്റ് എന്താണ്, 9ാമത്തെ അല്ലേ. ഏതൊരു മാലിൻ താൻ മർത്യർക്കു നിങ്ങളെ സ്ഫീതമാനന്ദം വയ്ക്കുന്നില്ല അല്ലേ. ഉള്ളൂരിൻ്റെ ആണ് അല്ലേ. നമ്മുടെ ഉടലും ഉള്ളും നമ്മുടെ ശരീരവും ഉള്ളും എന്താണ്, നിർമ്മലമാകിയേ പറ്റൂ, സോഫ്റ്റ് ആവണം എന്നാണ് അല്ലേ. ഇമ്മലർ പോലെ ചിരിച്ചാർക്കുമ്മ മിഷ്ടമേകുവാൻ, വൈലോപ്പിള്ളിൻ്റെ ആണ് അല്ലേ. പൂക്കളെക്കുറിച്ചുള്ള രണ്ട് കവികളുടെയും നിരീക്ഷണങ്ങൾ എന്താണ്, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഉള്ളൂരിൻ്റെയും വൈലോപ്പിള്ളിയുടെയും വരികളുടെ ആശയം നിങ്ങൾ കണ്ടെത്തി എഴുതണം. വരികളിലെ സാമ്യ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കണം. അതായത് സിമിലാരിറ്റിയും അതിൻ്റെ ഡിഫറൻസും അല്ലേ, സാമ്യവും വ്യത്യാസങ്ങളും സൂചിപ്പിക്കണം. അതിൻ്റെ ആശയങ്ങൾ എന്താണ്, താരതമ്യം ചെയ്യണം, കമ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്താക്കുക, എഴുതുക. ഉള്ളൂരിൻ്റെ ഇതിലാണ് പറഞ്ഞത്, വൈലോപ്പിള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് രണ്ട് കവികളുടെ നിരീക്ഷണങ്ങൾ എന്താക്കുക, നിങ്ങൾ ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. 10ാമത്തെ എന്താണ്, ഇനി എനിക്ക് എന്തിനാ പെൻസില്, ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ. ഈറനായൊരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. താളുകൾക്കിടയിലൊരു മയിൽപ്പീലി. നീലകണ്ഠൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം സവിശേഷതകളാണ് ഇവിടെ വെളിപ്പെടുന്നത്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, എന്തൊക്കെയാണ് ഇവിടെ നോക്കിയാൽ, ആശയങ്ങളുടെ വിശകലനം നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ എന്താണ്, നീലകണ്ഠൻ്റെ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെടുത്തണം. ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ട സവിശേഷത കണ്ടെത്തി എഴുതണം. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതുക. അരപ്പുറത്തിൽ ഒരു പുറത്തിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, ഒരു പുറത്തിൽ അല്ലേ പറഞ്ഞേ, അരപ്പുറത്തിൽ അല്ലേ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് എഴുതുക കേട്ടോ. പിന്നെ അടുത്തത് നോക്കിയേ, കളിവിളക്കിൻ തിരുനാളം എന്ന ശീർഷകം കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട്, അഭിപ്രായം കുറിക്കുക. അപ്പം കരിവിളക്കിൻ തിരുനാൾ അല്ലേ, ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ് അല്ലേ, ടൈറ്റിൽ. അപ്പോൾ എന്താണ്, കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാഭാഗത്തിന് ഇത് എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ അഭിപ്രായം കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കേണ്ട രീതിയൊക്കെ മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ആ ശീർഷകം തലക്കെട്ടിൻ്റെ അർത്ഥം വ്യക്തമാക്കണം, കഥകളിയുമായുള്ള ബന്ധം കണ്ടെത്തണം, കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയുമായി ഉള്ള ബന്ധവും അതിൽ ചേർക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് അങ്ങനെ എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, 11A ഇത് അല്ലെങ്കിൽ ബി എഴുതുക അല്ലേ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആണ് അല്ലേ. ഈ വരികളിലെ ജീവിത ദർശനത്തിൻ്റെ സമകാലിക പ്രസക്തി വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കണം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്താക്കണം, ആ കുറിപ്പ് തയ്യാറാക്കണേ. അപ്പോൾ ആ വരികളിലെ ആശയം നിങ്ങൾ എന്താണോ കണ്ടെത്തി അത് എഴുതണം. ഗുരുദേവ ദർശനത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കണം. ഗുരുദേവ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തിയും കണ്ടെത്തി എഴുതുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ 12. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 12 ബി ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞു പോയ എരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ താളുകൾക്കിടയിലൊരു മയിൽപ്പീലിലെ സൂചനകളും കഥയും വിശകലനം ചെയ്ത് അനിതാര എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ എന്താണ്, ആ കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുക, അതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തുക, തന്നിരിക്കുന്ന സൂചനകളും കഥയും വിശകലനം ചെയ്യുക, കഥയിൽ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കണേ. ഓക്കെ, ഇനി എന്താണ് ഒരു പുറത്തിൽ കവിയാതെ എഴുതണം കേട്ടോ. അപ്പം നിങ്ങളതായിട്ടുള്ള ഭാഷ ഇതിൽ നല്ലോണം എഴുതുക കേട്ടോ. അല്ലെങ്കിൽ ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് അല്ലേ. നാവറിഞ്ഞ മലയാളം. അമ്മ വന്ന് കൊഞ്ചിയപ്പോൾ അന്ന് കേട്ട മലയാളം, പണ്ട് നമ്മളറിയാതെ ചുണ്ടനക്കിയ മലയാളം. തേന്മധുരം തൊട്ട നേരം നാവറിഞ്ഞ മലയാളം, മേലുരഞ്ഞ് നീറിയപ്പോൾ നോവറിഞ്ഞ മലയാളം. ഈ ചിഹ്നം എഴുതിയ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആശയവും ആസ്വാദനാംശങ്ങളും സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് എന്താണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് നല്ലൊരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. പിന്നെന്താണ് ആ കവിതയെക്കുറിച്ച്, കവി ആരാ എഴുതിയത് എന്നുള്ളത് എഴുതണം. കവിത പരിചയം വേണം. പ്രധാന ആശയങ്ങളൊക്കെ കണ്ടെത്തി എഴുതുക. പിന്നെ ആസ്വാദനാംശങ്ങൾ ചേർക്കുക. ലളിതമായ ഭാഷയിൽ അവതരണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആസ്വദിച്ച വരികൾ എന്നും പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ആസ്വദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ എന്നും പറഞ്ഞിട്ട് അതിൽ 2-3 വരികളൊക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ലളിതമായുള്ള ഭാഷയിലായിരിക്കണം അവതരണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നന്നായി പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ശരിയായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.